ശരീരത്തിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ആമേൻ മടങ്ങുവാൻ കർത്താവ് ബലപ്പെടുത്തും. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകില്ലൻ യേശുവിൻ സന്നിധി അണയുവാതേ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. അന്നേരം മമ മാനസഗേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ. അന്നേരം മമ മാനസഗേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയണയുവാതേ. നീർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി. വറ്റാജീവജലത്തിൻ നദിയൻ വറുമേയകറ്റി നിർവൃതിയരുളി. വറ്റാജീവജലത്തിൻ നദിയൻ വറുമേയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. ഒന്നേയുള്ളെ ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികിൽ അറിയുക. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികിൽ അറിയുക. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. കണ്ണുനീർത്താഴ്വാർ ഉണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയാതിൽ. കണ്ണുനീർത്താഴ്വാർ ഉണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയാതിൽ. എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപമഴ പോൽ ചൊരികിൽ. എന്നാലും ഭയമെന്തിനെന്നരികിൽ നന്നായവൻ കൃപമഴ പോൽ ചൊരികിൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. ഒന്നേയുള്ളെനിക്കാൻ അന്നേരം മമ മാനസഗേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ. അന്നേരം മമ മാനസഗേദം ഒന്നായകലും വെയിലിൻ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവാതേ. ഹല്ലേലൂയ. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വേദഭാഗമാണ്.
നാം വായിച്ചു കേൾപ്പാനിടയായിത്തീർന്നു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ലോകത്തനേകം ഗ്രന്ഥങ്ങളുണ്ട്, കോടാനുകോടി ഗ്രന്ഥങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം നൽകുവാൻ കഴിയുന്ന ഒറ്റ ഗ്രന്ഥം മാത്രമേ ഈ ലോകത്തിൽ ഉള്ളൂ. മനുഷ്യകുലത്തിൽ മാറ്റം നൽകുന്ന ഒറ്റ ഗ്രന്ഥം മാത്രം, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. പ്രൈസ് ഗോഡ്. There are many books that can inform, but only one book that can transform. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം നൽകുവാൻ കഴിയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും തിരുവെഴുത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് പ്രതീക്ഷിക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും മാറ്റങ്ങൾ തരും. പ്രൈസ് ദി ലോർഡ്. ഉപവാസമെന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുക എന്നുള്ളതല്ല. പുതിയ നിയമത്തിൽ നമുക്കൊരു മാറ്റമാണ് പുതിയ നിയമ വെളിച്ചത്തിൽ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു മാറ്റമുണ്ടാകുമ്പോൾ നമ്മെ ഉപയോഗിച്ച് ദൈവം പലതിനും മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഉപവാസം എന്നുള്ളത് കേവലം ചില സാഹചര്യങ്ങളോ പ്രതിസന്ധികളോ മാത്രം മാറുവാനുള്ളതല്ല, നമുക്കൊരു മാറ്റമാണ്. ഹല്ലേലൂയ. ആ മാറ്റങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ദൈവമക്കൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതി. 1-ാമത്തെ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ തൻ്റെ 5 അധ്യായങ്ങൾ കൊണ്ട് 1-ാമത്തെ ലേഖനത്തിലെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും താൻ നന്നായിട്ട് സ്പർശിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായത്തിൻ്റെ 17, 4-ന്റെ 1, 5-ന്റെ 1, അങ്ങനെ 5 അധ്യായങ്ങൾ കൂടി യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നാമുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ തലമുറയിലെ കഷ്ടതകളുമായിട്ട് ബന്ധപ്പെടുത്തി പത്രോസ് വർത്തമാന ലോകത്തിലേക്ക് അത് എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല 2-ാമത്തെ ലേഖനത്തിലേക്ക് എത്തി വരുമ്പോൾ പ്രൈസ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് താൻ ഊന്നൽ കൊടുക്കുന്നു എന്ന് 1-ാമത്തെ അധ്യായവും 3-ാമത്തെ അധ്യായവും വളരെ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് പത്രോസ് നന്നായിട്ട് ഊന്നൽ കൊടുക്കുന്നു എന്ന് 2-ാമത്തെ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നാം വായിച്ച വേദഭാഗത്തിനകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും 2 പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. വാക്യത്തിനകത്തിലെ ഓരോ പദങ്ങളും വളരെ ആഴമുള്ളതാണ്, വളരെ പവർഫുള്ളാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി. യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നുള്ള പദം, ഒറ്റ പദത്തിനകത്തിൽ താൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് 3.5 വർഷക്കാലം യേശുക്രിസ്തുവിൽ കൂടി ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം അതിനെ നിവർത്തിക്കാൻ തക്കവണ്ണം, അതിനെ ഉറപ്പിക്കാൻ വേണ്ടി തന്നിലൂടെ ചെയ്ത അത്ഭുത പ്രവർത്തികളും അടയാളങ്ങളും ഉപദേശങ്ങളും എല്ലാം അടങ്ങി നിൽക്കുന്ന ശക്തിയുടെ പ്രദർശനത്തെക്കുറിച്ച് 3.5 വർഷക്കാലത്തെ ശുശ്രൂഷകളെ ആകമാനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 2-ാമത്തെ പദത്തിലെ പ്രത്യക്ഷത എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി, പവർ. 2-ാമത് അവൻ്റെ കമ്മിങ്, അവൻ്റെ പ്രത്യക്ഷത. ഇത് രണ്ടും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. നിർമ്മിത കഥകൾ. പ്രൈസ് ദി ലോർഡ്. നിർമ്മിത കഥകൾ. ക്ലവർലി ഇൻവെന്റഡ് സ്റ്റോറീസ്. ബുദ്ധി കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ കേവലം കഥകളല്ല നിങ്ങളോട് പറഞ്ഞത്, അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്. മറിച്ച് അടുത്ത പദങ്ങളിൽ പറയുന്നു, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. സാക്ഷികൾ. ഐ വിറ്റ്നസ്. കർത്താവായ യേശുക്രിസ്തു ചെയ്തത് പ്രവർത്തിച്ചതൊക്കെ കൺദൃഷ്ടിയിൽ കണ്ട ദൃക്സാക്ഷികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ ഇന്നലകളിൽ അവൻ പ്രവർത്തിച്ച ശക്തിയും വെളിപ്പെടുവാനുള്ള അവൻ്റെ പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിക്കുന്നത് കേവലം നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. മഹിമ കണ്ട സാക്ഷികളായിട്ട് അതിൻ്റെ അടുത്ത 2 പദങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, 2 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ആഴമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ വാക്യത്തിനകത്തിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നുള്ളൊരു പദമാണ്
ഇന്ന് പകൽവേളയിൽ നമ്മൾ ആഴത്തിൽ അല്പം കൂടെ മുൻപോട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആമേൻ താല്പര്യപ്പെടുന്നത്. പ്രത്യക്ഷത എന്നുള്ള പദം ആമേൻ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്. നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, നിർമ്മിത കഥകൾ, പ്രൈസ് ദി ലോർഡ്, പുരാതന ലോകത്തിൽ ഇന്നെന്നോണം അല്ലെങ്കിൽ ഇന്നേക്കാൾ അധികമോ, പ്രൈസ് ദി ലോർഡ്, നിർമ്മിത കഥകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പൗലോസും തൻ്റെ ലേഖനങ്ങളിൽ ഓർപ്പിക്കുന്നുണ്ട്. നിർമ്മിത കഥകൾ അന്നത്തെ ലോകത്തിൽ, പുരാതന ലോകത്തിൽ വളരെ വ്യാപ്തിയായിട്ട് ഉണ്ടായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വേദഭാഗത്തിലേക്ക് ഓടിക്കടന്നു വരാം. 1 Timothy chapter 4 verses 7, 4-7. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ, പ്രൈസ് ദി ലോർഡ്, കിഴവിക്കഥ എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഒരു പദത്തിൽ സംബോധന ചെയ്തിരിക്കുന്നു. മാത്രമല്ല തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിനകത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വേദഭാഗങ്ങളിലേക്ക് നാം ഓടിക്കടന്നു വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വേദഭാഗങ്ങൾ, 2 Timothy chapter 4 verses 3 and 4. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ. പ്രൈസ് ദി ലോർഡ്. നാം ആദ്യം വായിച്ച വാക്യത്തിനകത്തിൽ കണ്ടത് കിഴവിക്കഥയെന്നും 2-ാമത് വായിച്ച വാക്യത്തിനകത്തിൽ കണ്ടത് കെട്ടുകഥയും. പ്രൈസ് ദി ലോർഡ്. പുരാതന ലോകത്തിൽ പ്രത്യേകിച്ച് യഹൂദേതര സമൂഹത്തിൽ യവന ലോകത്തിൻ്റെ നല്ല സ്വാധീനമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്ന് ധാരാളമായിട്ട് കെട്ടുകഥകളും കിഴവിക്കഥകളും നന്നായിട്ട് പ്രചരിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു കാലയളവിലാണ് അപ്പോസ്തലനായ പത്രോസും പൗലോസുമൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, അതിനകത്തിൽ സകലവും അടങ്ങിയിരിക്കുന്നല്ലോ, പ്രൈസ് ദി ലോർഡ്, നന്നായിട്ട് പ്രചരിപ്പിക്കാനായിട്ട്, പ്രത്യേകിച്ച് എഴുത്തുകളാലും പ്രചരിപ്പിക്കാനായിട്ട് അവർ തുനിഞ്ഞത്. കിഴവിക്കഥകളും കെട്ടുകഥകളും പോലും പുരാതന ലോകവുമായി ബന്ധപ്പെട്ട്, യവന സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള പല കഥകളും ഇന്നും കഥപുസ്തകങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്ന ധാരാളം കഥകളുണ്ട്. അതിൽ ഒന്ന് ഈജിയൻ തൊഴുത്തെന്ന് പറയുന്ന ഒരു ശൈലി പ്രയോഗം, അത് വന്നതിൻ്റെ പിൻപിലുള്ളൊരു കഥയാണ്. സൂര്യഭഗവാൻ എന്ന് യവനായ സാഹിത്യത്തിൽ വിശേഷിപ്പിക്കുന്ന സിയൂസ്, അദ്ദേഹം ഹെർക്കുലിസിന് മുമ്പിൽ ഒരു പരീക്ഷണം വെച്ചു. ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഹെർക്കുലിസ് രാജാവാകുമെന്നുള്ളതാണ് പ്രതിഫലമായിട്ട് വെച്ചിരുന്നത്. ഹെർക്കുലിസ് നേരിടേണ്ടതായ പരീക്ഷ എന്ന് പറയുന്നത് ഈജിയൻ തൊഴുത്തെന്നറിയപ്പെടുന്ന ഈജിയൻ എന്ന് പറയുന്ന വ്യക്തി, ആ തൊഴുത്തെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കന്നുകാലികൾ ദിവസവും അതിനകത്തിൽ വസിക്കുന്നു. ആ കന്നുകാലികളുടെ ഒക്കെ പലവിധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ആ തൊഴുത്ത് നന്നായിട്ട് വൃത്തിഹീനമായിരിക്കുന്ന അവസ്ഥയാണ്. ആർക്കും ഒരിക്കലും ഗോമൂത്രങ്ങൾ കൊണ്ട് ആ തൊഴുത്ത് ഒരിക്കലും ശുചിയായിരിക്കത്തില്ല. ഹെർക്കുലിസിന് മുമ്പിൽ വെച്ചിരുന്നതായ വെല്ലുവിളി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കന്നുകാലികൾ ദിവസവും നിന്നിരുന്ന തൊഴുത്ത് ക്ലീൻ ആക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. ഈ അവസരത്തിൽ ഹെർക്കുലിസ് അത് ഏറ്റെടുപ്പാനിടയായി തീർന്നു. അപ്പോൾ കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഹെർക്കുലിസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊഴുത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് 2 ഗർത്തങ്ങൾ ഉണ്ടാക്കി 2 നദികളെ വഴിതിരിച്ചു കൊണ്ടുവന്ന് ഈ തൊഴുത്തിനകത്തിലൂടെ കയറ്റിവിട്ട് ചുരുക്കത്തിൽ തൊഴുത്ത് മുഴുവനും
വൃത്തിയായി. അനന്തരം ഹെർക്കുലിസ് രാജാവായി തീർന്നു എന്നുള്ളതാണ്. വളരെ അവിശ്വസനീയം, നടന്നിട്ടുമില്ല, കെട്ടുകഥയാണ്. പ്രൈസലോ, 2 നദികളെ ദ്വാരമുണ്ടാക്കി കൊണ്ടുവന്ന് തൊഴുത്തിനകത്തിൽ കുടിക്കിട്ട് തൊഴുത്ത് വൃത്തിയാക്കി. അതുപോലെ ഒത്തിരി കെട്ടുകഥകൾ പുരാതന ലോകത്ത് നന്നായി പ്രചരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും ഒക്കെ നിങ്ങളോട് അറിയിച്ചത് അത് കേവലം നിർമ്മിത കഥകളെ കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. യവനായ സമൂഹത്തിൽ മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിൽ പോലും കഥകൾ നന്നായി പ്രചരിച്ചിരുന്നു. അതും നമുക്ക് തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് കൂടി കടന്നു വരുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വേദഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചാപ്റ്റർ 1 വേഴ്സസ് 14. തീത്തോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. യഹൂദ കഥകളെയും മതി, യഹൂദ കഥകളെയും. പ്രൈസ് ദി ലോർഡ്. നാം ആദ്യം കണ്ടു യവനായ ലോകത്തിൽ നന്നായിട്ട് പ്രചരിച്ചു കൊണ്ടിരുന്ന അനവധി കെട്ടുകഥകളും കിഴവിക്കഥകളും ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ കേവലം പുറമെയുള്ള ജാതികളുടെ നടുവിൽ മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിൽ പോലും നിലനിന്നിരുന്ന പല കഥകളുമുണ്ട്, യഹൂദ കഥകൾ. പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ പറയുന്നു, യഹൂദ കഥയ്ക്കൊരു ഉദാഹരണമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ, പുതിയ നിയമത്തിൽ തന്നെ, സുവിശേഷത്തിൽ തന്നെ, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഒരു യഹൂദന്മാർ മെനഞ്ഞെടുത്ത ഒരു കഥയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെയെങ്കിലും ഹൃദയത്തിലേക്ക് ആ കഥ എത്തിക്കാണും. മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. ഏത് കഥയാണെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, തൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് അതിനെ തടയുവാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, ഉയർപ്പിനെ കുറിച്ചുള്ള വസ്തുതകളെ തടയുവാനായി ബന്ധപ്പെട്ട് യഹൂദന്മാർ മെനഞ്ഞൊരുക്കിയതായ ഒരു കഥയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം വാക്യം 15. മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 15. 28-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വേദഭാഗം, മത്തായി സുവിശേഷം. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ആദ്യം കേട്ടു, ജാതികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഗ്രീക്ക് സാഹിത്യത്തിൽ നന്നായിട്ട് ഒരുപാട് കഥകളുണ്ടെന്ന്, കിഴവിക്കഥകളും കെട്ടുകഥകളും. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ പോലും പ്രചരിക്കപ്പെട്ട ധാരാളം കഥകൾ സത്യത്തിനെതിരായിട്ടുണ്ട് എന്ന്, പ്രൈസ് ദി ലോർഡ്, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് വിരോധമായിട്ട്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഉയർത്തില്ല, കേവലം അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് നമുക്കതിന് മുൻപുള്ള വാക്യങ്ങളൊക്കെ ചേർത്ത് 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാട്ട്. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്ന ഈ കഥ, ആ കഥയെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ രത്നചുരുക്കമാണ് നമ്മൾ 13-ൽ കണ്ടത്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ വന്ന് അവനെ കട്ടുകൊണ്ടുപോയി. ആരെ? യേശുവിനെ കട്ടുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ആ നിർമ്മിതമായ ക്ലവർലി ഇൻവെന്റഡ് സ്റ്റോറീസിലൊന്നാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല, മറിച്ച് റോമൻ പടയാളികൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നോക്കുക, നമ്മുടെ കുറിവാക്യങ്ങളും ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരണം.
പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. യഹൂദേതര സമൂഹത്തിലും യഹൂദന്മാരുടെ ഇടയിലും ധാരാളം കഥകൾ പ്രചരിച്ചു കൊണ്ടിരുന്ന അക്കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ സുവിശേഷം, പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തലന്മാർ നന്നായിട്ട് പറഞ്ഞതും പ്രചരിപ്പിച്ചതും, പ്രൈസ് ദി ലോർഡ്, കേവലം പ്രൈസ് ദി ലോർഡ് കെട്ടുകഥകളുടെയോ കിഴവിക്കഥകളുടെയോ പിൻബലത്താലല്ല, മറിച്ച് അവർ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഇത് കേവലം ഒരു കഥയായിട്ട്, പ്രൈസ് ദി ലോർഡ്, യഹൂദന്മാരുടെ ഇടയിൽ പോലും തുടർന്നില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രത്തിൻ്റെ ബാക്കി തുടർച്ച. സുവിശേഷങ്ങളിൽ നിന്ന് പ്രവർത്തികളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന് അനുകൂലമായിട്ട് ഒരു വ്യക്തി പോലും ക്രൂശിന് മുമ്പിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ശബ്ദിക്കാനില്ലായിരുന്നുവെങ്കിലും 50 ദിവസത്തോളം ആമൻ ശേഷിച്ച് കഴിഞ്ഞപ്പോൾ ആമൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞതായ ആ പ്രസംഗത്തിൻ്റെ മുൻപിൽ 1ഉം 2ഉമല്ല, പ്രൈസ് ദി ലോർഡ്, 10ഉം 20ഉമല്ല, 100ഉം 200ഉമല്ല, 1000ഉം 2000ഉം അല്ല, അതിനു മുകളിൽ 10,000-3000 പേർ ശിരസ് നമിച്ച് ആ രക്ഷകനെ ഉൾക്കൊള്ളുവാനായിട്ടിടയായിത്തീർന്നത് കേവലം 50 ദിവസത്തിനുള്ളിൽ യഹൂദന്മാർ മെനഞ്ഞെടുത്ത കഥകളുടെ ആമൻ പ്രൈസ് ദി ലോർഡ് അവസാനമായി എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ദൈവിക തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനായിട്ടുള്ളത്, ദൈവിക പദ്ധതികൾക്കും ദൈവിക പ്രവർത്തികൾക്കുമെതിരെ എത്ര കഥകൾ മെനഞ്ഞ് ആമൻ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, അഭിഷേകമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ആമൻ പ്രൈസ് ദി ലോർഡ്, ആമൻ അപ്പർ റൂമിലിരുന്ന് ഒരു പറ്റം ജനം പ്രാർത്ഥിച്ചപ്പോൾ, അതേ മാളിക മുറിയിൽ നിന്ന് ഒരു ജനം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ വ്യാപരിച്ച ശക്തിയുടെ പ്രദർശനം ജനത്തിന് നടുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ആമൻ പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയ ഒരുവനല്ല, മറിച്ച് മരിച്ചു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനാണെന്നും അവന്റെ ശക്തിയുടെ വ്യാപാരം ഇന്നും വെളിപ്പെടുന്നുവെന്നും പ്രൈസ് ദി ലോർഡ് ആമൻ ഇന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം വ്യക്തമാണ് പ്രിയമുള്ളവരെ, എത്ര കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാലും, എത്ര കെട്ടുകഥകൾ പ്രചരിച്ചാലും, പണം കൊടുത്തൊപ്പിച്ചെന്ന് പറഞ്ഞാലും ആമേ സത്യത്തെ എന്നും മൂടുവാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? സത്യത്തെ എന്നും മൂടി വെക്കുവാൻ കഴിയത്തില്ല. സത്യത്തിന് വേണ്ടി വീരോട് നിൽക്കുന്ന ഒരു പത്രോസ് ഉണ്ടെങ്കിൽ, അവൻ ശബ്ദിപ്പാനായിട്ട് നാവ് എടുക്കുന്നെങ്കിൽ, ഉടമന ഹത്തുന രഗൽഭമനഘടക, അവന്റെ പിൻപിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരുപറ്റം പേരുണ്ടായിരുന്നുവെങ്കിൽ, ഉടമന ഹസ്തന രഗൽഭമന, യഹൂദന്മാരുൾപ്പെടെ ഏത് സമൂഹം ഉൾപ്പെടെ എത്ര നന്നായിട്ട് മെനഞ്ഞെടുത്ത കഥകളാണെങ്കിലും ഈ സത്യത്തിന് മുമ്പിൽ അതൊന്നും വിലപ്പോകത്തില്ലെന്ന് ഈ പട്ടണത്തിൽ പാർക്കുന്ന ആമൻ ഉപവസിക്കുന്ന എത്ര ദൈവമക്കൾ ചേർത്ത് ദൈവത്തിന് ആത്മാവ് പറയുക. ആമൻ പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ കെട്ടിമെനഞ്ഞ പല ആമൻ ശത്രുവിന്റെ പദ്ധതികളെയും അവന് അഴിക്കുന്ന പകൽവേളയാ കേട്ടോ. ഉടമന ഹസ്തന റഗൽഭ്രമന ഘടക, പണം കൊടുത്ത് നാടുവാഴിയെ കൂട്ടുപിടിച്ച് ആമൻ കെട്ടുകഥ ഒപ്പിച്ചെങ്കിൽ, അതിനെ കർത്താവ് പൊളിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, നിന്റെ കുടുംബത്തിനെതിരെ ആമൻ ദൈവസഭയ്ക്കെതിരെ ആമൻ എത്ര നന്നായിട്ട് പൊരുതി പണം കൊടുത്ത് ആമൻ അധികാരികളെ സ്വാധീനിച്ചാലും ഇന്ന് പകൽക്കാലം ദൈവിക ആരാധന വെളിപ്പെടുമ്പോൾ ശത്രുവിന്റെ ചില തന്ത്രങ്ങളെ ആമൻ ചില വെല്ലുവിളികളെ അടിക്കുന്ന പകൽക്കാലമാ. ഓ റാബ ഹസ്തന വൈഡ പ്രമനഘടക രഗതന ഉടയ പ്രമനഘടകം ജഗൽ പ്രമനഘടക രഗതിയന്തന. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നതോടെ മേല് ദൈവത്തിന്റെ പ്രവർത്തികൾ ഇറങ്ങി വരികയാണ്.
റുബല ഹത്തുര വൈഡപ്രമന ഘടക സന്തൽ കമന. ആമേൻ. കെട്ടുകഥകൾ ചമച്ചതിൻ്റെ ആമേൻ കേവലം പ്രൈസ് 50-55 ദിവസങ്ങൾക്ക് ഉള്ളിൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ആ കെട്ടുകഥ പൊളിച്ചുകൊണ്ട് ആമേൻ ആയിരങ്ങൾ സ്നാനത്തിനായിട്ട് മാനസാന്തരത്തിനായിട്ട് മുൻപോട്ട് വന്നെങ്കിൽ എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ആമേൻ നിർമ്മിച്ചൊരുക്കുന്നതായിട്ടുള്ള ശത്രുവിൻ്റെ പല തന്ത്രങ്ങളെയും അവൻ പൊളിക്കുന്നവനാണെന്ന് ദൈവാത്മാവ് ദൈവസഭയുടെ ദൂത് പറയുക. ഉടമന ഹത്തുന റകൽഖമന. ശത്രു ഒരുക്കുന്ന ചില തന്ത്രങ്ങളെ പൊളിക്കുന്ന ഒരു പ്രാർത്ഥനകളുടെ അവസരങ്ങളാ ഈ ദിവസങ്ങളെന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പേഴ്സണലായിട്ട് ആമേൻ ദൂത് പറയുന്നു. യേശുവിന്റെ നാമ റിയാദന ഹതുന വൈഡപ്രമന ഘടക. മനുഷ്യൻ നിർമ്മിച്ച പല മുൻവിധികളെയും തമ്പുരാൻ പൊളിക്കുന്ന ദിനങ്ങളാ. റുഖമന ഹത്തന വൈഡപ്രമന ഘടക. അത് വൈദ്യശാസ്ത്രമായിക്കൊള്ളട്ടെ, ആമേൻ, അത് കുടുംബത്തിലെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, ആമേൻ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തമ്പുരാൻ ചിലത് തിരുത്തി കുറിക്കാൻ പോവുക. ഓ റഖ ബാബ ശഖ റബ ഊഠന ഹത്തുന വൈഡപ്രമന ഘടക സാധന അർത്ഥന വൈഡക ശമന ഹത്തുനിയ. യാസ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലത് തിരുത്തി കുറിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ചില വിധിയെഴുത്തുകളെ തിരുത്തി കുറിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് ചിലരോട് പ്രവചന ശബ്ദത്തിൽ പറയുക. ആമേൻ. 2016 തന്നെ ചിലതിന്റെ മുഖഛായകൾ മാറ്റുവാൻ ഉടമന ഹത്തുന രകൽഭമന ചില കുടുംബങ്ങൾക്ക് നേരെ ശത്രുവായൻ എഴുതിയ ആമേൻ മുദ്ര കുത്തിയ ചാർത്തപ്പെട്ട ആമേൻ ചില പദ്ധതികളെ പൊളിച്ച് ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന മണ്ഡലങ്ങൾ. ഓ റാബാബ ശഖ ബാബാബ ഊഡബത്തന ഹതുന വൈഡപ്രമന ശാന്തന റകൽപ്രമന ഘടക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയാ, ഞങ്ങൾക്ക് നിർമ്മിത കഥകളുടെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങൾ മഹിമ കണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തിൻ്റെ ശക്തി അതാ. ഇത് നിർമ്മിത കഥയല്ല, ഇത് അനുഭവിച്ചവരുടെ ശക്തിയാ. റുഖമന ഹതുന വൈഡപ്രമന ഘടക. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് ഈ തിരുവെഴുത്തുകളെക്കുറിച്ച് തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 4 പദങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ 2 Timothy chapter 2 verses 15, 2:15 സത്യവചനം. പ്രൈസ് ദി ലോർഡ്. ഇത് നിർമ്മിത കഥയല്ല, ഇത് സത്യവചനമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നയോളം അനേകായിരം പ്രതിസന്ധികളെ തരണം ചെയ്ത് വിശുദ്ധ ബൈബിൾ നമ്മുടെ കരങ്ങളിലെത്തുവാനായിട്ട് ഒറ്റ കാരണം ഇത് സത്യവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിലേക്ക് വിശുദ്ധ വേദപുസ്തകം തർജ്ജിമ ചെയ്ത ടിൻഡെയിലിനെ ചുട്ടെരിച്ചു കൊന്ന അതേ ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ ഒറ്റ നൂറ്റാണ്ടുകളിൽ പോലും കഴിയുന്നതിന് മുമ്പ് ദൈവവചനത്തിൻ്റെ ആധികാരിക വേർഷൻ പ്രൈസ് ദി ലോർഡ് പുറത്തിറങ്ങുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ശക്തിയുള്ളതാണ്. 2 തിമോത്തി തന്നെ 2-ാമത്തെ ലേഖനത്തിൽ 2:13 വായിക്കുന്നു. 2:13. യെസ്, വായിച്ചോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഇത് സത്യവചനമാണ്. 2, ഇത് വിശ്വാസയോഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിൽ ഉള്ളത് ഒന്നുപോലും അല്പം പോലും പ്രൈസ് ദി ലോർഡ് ഭോഷ്കെന്ന് പറയുന്നത് ഇതിനകത്തിലില്ല. പ്രൈസ് ഗോഡ്. ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ വിശുദ്ധ പുസ്തകത്തിനകത്തിൽ എത്ര തെറ്റുണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ ആ കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ ആമേൻ ഇപ്രകാരം മറുപടി കൊടുത്തു. 0.05%, 0.05%, 0.05% എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് വിലയില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. 1% പോലില്ല, 0.5% ഇല്ല,
0.1% ഇല്ല. പ്രൈസ് ദി ലോർഡ്. 0.05. പ്രിയമുള്ളവരെ, 14,000 വർഷങ്ങൾ കൊണ്ട് എത്രയോ വ്യത്യസ്തരായിട്ടുള്ള ദൈവഭക്തന്മാർ വിവിധ കാലയളവിൽ, പണ്ഡിതന്മാരുൾപ്പെടെ, ആട്ടിടയന്മാരുൾപ്പെടെ, രാജാക്കന്മാരുൾപ്പെടെ, സാധാരണക്കാരുൾപ്പെടെ വിശുദ്ധ വേദപുസ്തകം 4000 വർഷങ്ങൾ കൊണ്ട് വിവിധ കാലയളവിൽ രചിച്ചപ്പോൾ ഇതിനകത്തിൽ തെറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ ആധികാരിക വിശ്വാസ യോഗ്യത എത്ര അതിഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ വചനം ദൈവനിശ്വാസ്യമാണ്. 2 തിമോത്തിയോസിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വേദഭാഗം. 2 തിമോത്തിയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ, 3 പദങ്ങൾ നമ്മൾ കണ്ടു. 1, ഇത് സത്യവചനമാണ്. 2, വിശ്വാസയോഗ്യമാണ്. 3, ദൈവ ശ്വാസീയമാണ്. ഇൻസ്പയർഡ് ബൈ ഗോഡ്. വിശുദ്ധ വേദപുസ്തകത്തെക്കാൾ വിലയുള്ള പുസ്തകങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെക്കാൾ പേജുകൾ കൂടുതലുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. പ്രസിദ്ധന്മാരായ എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ മറ്റേതൊരു ഗ്രന്ഥങ്ങൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്തതും വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമുള്ളതുമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം മാത്രം ഈ ലോകത്തിൽ ദൈവശ്വാസ്യമായ ഒരേ ഒരു ഗ്രന്ഥം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവനിശ്വാസ്യമായിട്ട് ഒറ്റ ഗ്രന്ഥമേ ലോകത്തിലുള്ളൂ, ഈ ഭൂമിയുടെ മുകൾപ്പരപ്പിലുള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമാണ്, നാം എടുത്തിരിക്കുന്ന വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ ദൈവശ്വാസ്യമെന്ന് പറയുമ്പോൾ തന്നെ, പ്രൈസ് ഗോഡ്, ആ വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, കർത്താവ് ആദിയിൽ 1 സൃഷ്ടിച്ചു, 2 ക്രമീകൃതമാക്കി. 2-നുമുള്ള എബ്രായ പദങ്ങൾ, പ്രൈസ് ദി ലോർഡ്. 1 ബാറ എന്നുള്ള എബ്രായ പദം, പ്രൈസ് ദി ലോർഡ്. 2 എസാർ എന്ന് പറയുന്ന എബ്രായ പദം. ബാറ എന്ന് പറയുന്ന ആ പദത്തിൽ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് സകലത്തിനെ വിളിച്ചു വരുത്തി. എസാർ എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സകലവും ക്രമീകൃത നിലയിലേക്ക് എത്തുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. 2 പദങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവനും, നാം ഇന്ന് കാണുന്ന മുഴുവനും ഉണ്ടാക്കുക മാത്രമല്ല, ക്രമീകരിക്കേണ്ടതിനെ, ക്രമീകൃതയിലേക്ക് എത്തേണ്ടതിനെ ദൈവം എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ ആ വാക്കുകൾക്ക് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, സൃഷ്ടിക്കേണ്ടതിനെ അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ്. അവൻ ക്രമീകരിക്കേണ്ടതിനെ അവൻ ക്രമീകരിച്ച് ക്രമീകൃതമായി കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഉപവാസ പ്രാർത്ഥനയിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പുതുതായിട്ട് അവനും സൃഷ്ടിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാക്കുകൾക്ക് സാധ്യമാണ്. 2, ചിലതിനെ ക്രമീകരിച്ച് പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് തമ്പുരാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തന്നെ നടക്കും. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിൽ തന്നെ, ഈ ലേഖനത്തിൽ തന്നെ പൗലോസ് വീണ്ടും 2:9 ഇപ്രകാരം പറയുകയാണ്. 2:9, യെസ്, ദൈവവചനത്തിനോ ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് ബന്ധനമില്ല. വചനം ശുശ്രൂഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പൗലോസിൻ്റെ കരങ്ങൾ, ആമേൻ, അധികാരികൾ ബന്ധിച്ചു. പക്ഷെ പൗലോസ് പറയാ, ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനത്തിന് ബന്ധനമില്ല. മാത്രമല്ല, എൻ്റെ ഈ ചങ്ങല ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏത് ബന്ധനത്തെ അഴിപ്പാൻ അത് ശക്തിയുള്ളതാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ബന്ധനമില്ലാത്തതായതുകൊണ്ട് ഏതൊരു ബന്ധനങ്ങളെയും അഴിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുവായവൻ എത്ര ഉരുക്കി നിർമ്മിതമായിട്ടുള്ള ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചെന്ന് പറഞ്ഞാലും, ആമേൻ, പ്രൈസ് ദി, ദൈവവചനത്തിൻ്റെ ശക്തിയുടെ ആധികാരികത വെളിപ്പെടുമ്പോൾ അതിനു മുമ്പിൽ പലതും അഴിഞ്ഞു വീഴുവാനിടയായിത്തീരും. ഇന്നലകളിൽ പ്രവർത്തികളുടെ പുസ്തകത്തിലെ ചരിത്രമായി പറയുന്നെങ്കിൽ, ഇന്ന് ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ അത് ആവർത്തനമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകലും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ദൈവിക സമൂഹമേ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് യെശയ്യാവിലെ വളരെ പരിചിതമായൊരു വേദഭാഗമാണ്.
55 അധ്യായത്തിൽ 11 വാക്യത്തിൽ പറയുന്നത്, അതിനകത്തിലെ ഒരു പദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 55:11, ഐഷ്യ ചാപ്റ്റർ 55 വേഴ്സസ് 11. അടുത്ത പദങ്ങൾ, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ. ആ പദം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ വെറുതെ മടങ്ങി വരാതെ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം വിശ്വസിക്കേണ്ടത്, ഈ ആലയത്തിനകത്തിൽ നിന്ന് മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനം, പ്രൈസ് ഗോഡ്, അത് വെറുതെ മടങ്ങി വരാതെ ചില പ്രവർത്തികൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ തടുക്കുന്നത് പോലെ ഒരു ശക്തി ലോകത്തിലില്ല. പക്ഷെ ഇതിൻ്റെ പ്രവൃത്തിയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നതിനനുസരിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നതായിട്ടുള്ള വേദഭാഗത്തിൽ 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിൻ്റെ 13 വേദഭാഗം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. അതിൻ്റെ അർത്ഥം, 2 നിലയിൽ വിവേചിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവെന്ന. ഒന്ന്, കേവലം മനുഷ്യന്റെ വചനമായിട്ടും, 2 അല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന, പ്രാപിക്കുന്ന, റിസീവ് ചെയ്യുന്ന നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കും ദൈവപ്രവൃത്തി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന, പ്രാപിക്കുന്ന നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമായിട്ട് ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ വചനം പറയുന്നത് വെറുതെ കടന്നു വരത്തില്ലെന്നാ. വെറുതെ കടന്നു വരത്തില്ലെന്നാ. ചില പ്രവർത്തികൾ ചെയ്യുമെന്നാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നലകളിൽ അടഞ്ഞ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ഉടമന ഹത്തുന രഗൽ പ്രമനഗടകരഗതിയ, ഇന്നലയിൽ കഴിയാത്തതിനെ ചിലതിനെ ചലിപ്പിക്കുവാൻ വചനത്തിന് ശക്തിയുണ്ടെന്ന്, ആമേൻ, ഇന്ന് പകൽക്കാലം ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ പൈതലേ, ഉടമ ഹസ്തന രഗൽ പ്രമനഗടക, കേവലം 1.25 മാസം മാത്രം 2016 വിട്ടുപോകുവാനുള്ളപ്പോൾ, ആമേൻ, ഈ വർഷം തന്നെ ചില വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കുമെന്ന്. ആമേൻ. വെറുതെ കടന്നു വരത്തില്ല, ചില വാഗ്ദത്തങ്ങൾ ചലിക്കുമെന്ന് എത്ര പേര് പകൽക്കാലം ഉൾക്കൊള്ളുന്നുണ്ട്? ഓ റബ ശഖമാന ഉടയമന ഹത്തുന വൈഡപ്രഭനഘടക ശാന്തല രഗൽ പ്രമനഘടക ഓ റബ ഹത്തുന രഗൽ ഘടയ റമസ്യാധന അടകന ഹത്തുന വൈഡപ്രമനഘടക ശാന്തല രഗൽ പ്രമനയ ഉടകത്തുന വൈഡക്കെട്ടിയ രഗൽ പ്രമനഘടക ശാന്തല പ്രഭനഘടകം ഓ റബ സന്തുന രഗത്തനഘടക രഗതിയംബല ഉടകച്ചുടകത്തര വൈഡപ്രമനഘടക സാദൽ കമനഘടക രഗതിയംബല. ദൈവജനത്തിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തില് പാറയെ തകർക്കുന്ന ചുറ്റികയായിട്ട്, ആമേൻ, ദൈവജനം മുമ്പിലുള്ള ചില പാറകളെ ഉടമ ഹത്തുന റഗൽഖമന ഹസ്തന വൈഡപ്രമനിയ ദീപ രഹസ്യ പ്രമനഘടക രഗൽഖമന, ഓ അത് തീ പോലെയാണെന്ന് റാം ഷമാന ഹസ്തന റീബ സ്യാഖമന ഹത്തുന വൈഡപ്രമനഘടക ഓ റബ തലാദിക സന്തൽ പ്രമന. വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഉൾക്കൊള്ളുവാൻ ഗവണം. യെസ്, മന ഹത്തനെ പ്രഭര ഹത്തുരിയ. എത്ര പേർ തയ്യാറാണ്? വചനത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും യഹോവയുടെ വചനത്തിനു മുമ്പിൽ വിറയ്ക്കുന്നവരുമായ എത്ര പേർ ഇന്ന് പകൽക്കാലമുണ്ട്? ഊഡബ ഹന്തല റഗൽ പ്രമന. ചില മുൻവിധികൾ യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറട്ടെ. ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിന്റെ വചനം ചിലതിനെ ചെന്ന് വെട്ടുക.
വചനം ചിലതിനെ വെട്ടുകയാ യേശുവിന്റെ നാമത്തില്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വചനമായി നീ ഉൾക്കൊള്ളുമ്പോൾ കേവല മനുഷ്യന്റെ വചനമായിട്ടല്ല, ആർദാന ഹത്തന റഗത്തന, നിന്റെ ശരീരത്തിൽ നീ മാറ്റം അനുഭവിച്ചറിയാൻ പോവുക, നിന്റെ കുടുംബത്തിൽ മാറ്റം അനുഭവിച്ചറിയാൻ പോവുക, ആമേ സഭയിൽ ദേശത്ത് ആ വ്യത്യാസം അനുഭവിച്ചറിയാൻ പോവുക. ഓ റാബ കാബ റാബ സാന്ധര ബൗഡബര ഉടകര ഹത്തുര വൈഡ വിശ്വാസം കണ്ടുകൊണ്ട് ചിലതിനെ ആത്മതലത്തിൽ വിട്ടുവാൻ. യെസ്, power in the name of Jesus. Oh raba kaba raba sharada raba baba, oh rada raba baba sandara baba baba, oh raba kaba la hamdala degal kada manase. Oh ആത്മാവിന്റെ പകർച്ച യേശുവിന്റെ നാമത്തില്. ഓ രാമ സന്ദര ബാബ സിഖാമാന, അഭിഷേകത്തിന്റെ ശരണം വെളിപ്പെടട്ടെ. ഓ റാബ ഖബാന ഹത്തുന റഗൽഭമന. ഓ വചനത്തിന്റെ വ്യാപ്തി ഉടബ ഹത്തുല റഗൽഭമന ഘടക ശാന്തൽ ഖമന ഘടക രഗദിയ. രാജഭൃത്യൻ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് യേശു അവനോട് പറഞ്ഞ വാക്കുകളുടെ പ്രവൃത്തി അവന്റെ ഭവനത്തിൽ ചെയ്തതായിട്ട് യാത്രകളിൽ തന്നെ അവന്റെ ചെവികളിൽ മുഴങ്ങിയെങ്കിൽ വിശ്വസിക്കുന്നോ? പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവർത്തിക്ക് അധികം നാളുകൾ വേണ്ട. ഓ രാമ ഖവാന ഹസ്തന റഗൽഭ്രമന ഘടക. ആമേൻ. നീ വിശ്വസിക്കുന്നോ? ഉടകഭ്രമന, നീ ചലിക്കുന്നതിനെക്കാട്ടിലും വേഗത്തിൽ നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പരിവർത്തനം. ഹോറാബ ഖബ ശാന്തല. യെസ്, ഹോറാബ ബാബ ശാന്തല. രാജഭൃത്യനെ, നീ ഭവനത്തിൽ എത്തുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി നിന്നേക്കാൾ വേഗം ചലിക്കത്തക്ക നിലയിൽ, നിന്റെ ചിന്തകളെക്കാളും വേഗം ചലിക്കത്തക്ക നിലയിൽ ഉടമ ഹന്തര വൈഡഭ്രമന ഘടക ശാന്തുര രഗഭ്രമന ഘടക ഹോറബ ഹത്തുന വൈഡഘട്ടയന്തന റീഖാമാന ഹന്തല ജഗൽക്കടയ. യേശുവിന്റെ നാമത്തില് ഘടക പ്രബല ഘടക സന്തല ഘടക രഗൽക്കടയ രഗത്തുനാദന. യെസ്, റാബ ഖബ ഹത്തുന രഗൽഭ്രമന ഉടമന ഹന്തഭ്രമന ഘടക ശാന്തല രഗൽഭ്രമന ഘടക. ചിലത് കേൾവിയായിട്ട് മാത്രമല്ല, ചിലത് മരീചികയായിട്ട് മാത്രമല്ല, ചിലത് ദൈവപ്രവൃത്തിയായി, ദൈവശക്തിയുടെ വ്യാപാരമായി, അതിന്റെ പ്രദർശനമായി. ഓ ഹോ ഹോ ഷാമ ഹത്തുന രാമ സേഖേബിയ. In the name of Jesus. Hora baba baba shika baba baba baba. Hora baba baba. അടല മന പ്രബൽ ഘടകജാന സന്തൽ ഘടകജാന പ്രബന ഘടകം. ആ റൂഖാബ റാഖാബാദി രഗൽ പ്രബരി ഹംദുലാദിയ. ഓ ശ്യാമ റഗ മന ഹതുരാദന റൂബന പ്രബല ഘടക സന്തൽ പ്രബല ഘടക റഖോ റബസ്യ രഗതുരാദന. ഓ power in the name of Jesus. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില മൺകൂടാരങ്ങളിൽ ശക്തി വ്യാപരിക്കട്ടെ. ഉപവസിപ്പിക്കുന്ന ചിലതിനെ ക്ഷീണപ്പെടുത്തുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ മേൽ ഇന്ന് പകൽ വേള ജയം വെളിപ്പെടുകയാ. റൂഖമന ഹത്തുന വൈഡഭ്രമന റൂഖമന ഹത്തൽ ഭ്രമന ഘടക സന്തൽ ഭ്രമന. ഉപവാസം എടുത്തിട്ടും വേണ്ട നിലയിൽ പ്രാപിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ വഴുതി മാറ്റിക്കൊണ്ടുപോകുന്ന ആത്മീയ അനുഭവങ്ങളുടെ മേൽ ഇന്ന് പകൽ വേളയിൽ അഭിഷേകത്തോടൊരു ജയം. ഓ റാബ ശാന്തന റഗൽ ഖമന ഘടക രഗഭവന. കേവലം പട്ടിണി മാത്രമല്ല ഉപവാസം. ഉപവാസം ചില ദൈവപ്രവൃത്തിയുടെ ആഴം തിരിച്ചറിയുന്ന മന റഗത്തന വൈഡവ ശമന. യേശു പറഞ്ഞ വാക്ക് കേട്ട് കനാന്യ സ്ത്രീ വീട്ടിൽ ചെന്നപ്പോൾ ഭൂതം അവളുടെ മകളെ വിട്ടുപോയതും മകൾ കിടക്കമേൽ കിടക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൾ യേശുവിൻ്റെ അടുക്കൽ നിന്നപ്പോൾ തന്നെ കിലോമീറ്ററുകൾക്കപ്പുറം, അതിർവരമ്പുകൾക്കപ്പുറം ഭവനത്തിൽ ചെന്ന് തലമുറയോട് വെല്ലുവിളിച്ചു നിന്നിരുന്ന ദുഷ്ടശക്തികളുടെ മേലെ യേശുവിൻ്റെ വാക്കുകൾ പരിവർത്തിച്ച് നാളുകളായി തലമുറയുടെ മേൽ അലട്ടിക്കൊണ്ടിരുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനത്തെ ഉടമ ഹത്തുന റഗൽഭമന ആ ഭവനത്തിൽ നിന്ന് പുറത്ത് കടത്തിയെങ്കിൽ ഇന്ന് പകൽ വേളയിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ചിലതിനോട് ദൈവാത്മാവിൽ പറയുക, ഊറാമ ഹത്തുന റഗൽഭമന ഘടക. ഭവനത്തിന്റെ ഉൾത്തറയിൽ ജീവിതങ്ങളോട് വെല്ലുവിളിക്കുന്ന
ജീസസ്, ജീസസ്. നീ യേശുവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ തന്നെ ചില ദൈവപ്രവൃത്തികൾ ചലിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞ വാക്കുകൾക്ക് അതിർവരമ്പുകൾ കടന്ന് ആമേൻ ഭവനത്തിന്റെ ഉൾത്തറയിൽ ചെന്ന് ആമേൻ ദുഷ്ടശക്തികളെ ജയിച്ച് തലമുറയ്ക്കൊരു വിടുതൽ അത് പ്രാപ്യമായിരുന്നെങ്കിൽ പകൽക്കാലം അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ വിടുതലിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കേവലം 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ഉടമന ഹത്തുന റഗൽഭമന ഘടക. അതേ, ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിൽ നിന്ന് പുറപ്പെട്ട വാക്ക് 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ഹുറാമ, എത്ര പേർ ഉൾക്കൊള്ളുന്നു, എത്ര പേർ ഉൾക്കൊള്ളുന്നു? റാബ ശമന ഹത്തന. ഓ, അത് കിലോമീറ്ററുകൾ താണ്ടി, മൈലുകൾ താണ്ടി എത്തേണ്ട മണ്ഡലങ്ങളില് തൊടേണ്ട വ്യക്തികളെ തൊട്ടുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ദൈവദാസൻ 1930 കേരളത്തിലേക്ക് എത്തിയ ആ മനുഷ്യൻ, പൂവത്തൂർ ഉണർവ് എന്ന് പറയുന്ന പെന്തക്കോസ്തിൻ്റെ അഗ്നിജാലയ്ക്ക് തീ കൊളുത്തിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷാ വേളയിൽ ദൈവപ്രവൃത്തിയുടെ ആഴം തൻ്റെ പ്രവർത്തനത്തിനകത്തിൽ ഒരു കൂട്ടായ്മയിൽ വെളിപ്പെടാതെ താൻ മനസ്സിലാക്കിയിരുന്നപ്പോൾ ആത്മാവിൽ അതിനെക്കുറിച്ച് ജാഗരിച്ചു. എന്തുകൊണ്ട് ഒരു ദൈവശക്തി, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല? ഏറെ നേരം ആത്മാവിൽ ജാഗരിച്ച ആ മനുഷ്യന് ദൈവാത്മാവ് ഇപ്രകാരം വെളിപ്പെടുത്തി കൊടുത്തു. ഒരു മന്ത്രവാദിയെ ആ പ്രാർത്ഥനകൾക്ക് വിരോധികളായിരുന്നവർ ആ കൂട്ടത്തിലേക്ക് അയച്ചു. അദ്ദേഹം ആ ആത്മീക പ്രവർത്തനങ്ങളെ അവിടെ അതിനകത്തിൽ ബന്ധിച്ചിരുന്നു. ഈ മനുഷ്യൻ ഇത് ആത്മാവിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ചാടി എഴുന്നേറ്റ് അഭിഷേകത്താൽ അതിനെ ശാസിച്ചു. 80ഓളം ഭൂതങ്ങൾ ആ മന്ത്രവാദിയിൽ നിന്ന് അലറിപ്പോകത്തക്ക നിലയിൽ അവിടെ ദൈവാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഒരു അധികാരമുള്ള ഒരു ദൈവവേദനയാണ് നമ്മൾ, അധികാരമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഒരു അധികാരത്തിൻ്റെ കൈമാറ്റം ലഭിച്ചപ്പോൾ ഇരുട്ടിൻ്റെ ചില നിഷ്ഫല പ്രവർത്തികളെ ശാസിക്കാൻ ആത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോട് ആത്മാവിൽ ഉപദേശിക്കുക. ജീസസ്. റുമന ഹത്തുന വൈഡപ്രമന ഘടക റൂബല ഹത്തുര രഗൽപ്രമന. ആത്മാവിൽ ചിലത് കൽപ്പിച്ചോ. ദൈവപ്രവർത്തിയുടെ ആഴം. ശബാല ഹത്തുര കൗഡപരാധന ധൂട മന പ്രബല ഹസ്സി ഖമാ രഗത്തുനി. ചെറുത് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് ഓറാബ ഖബാല ഹത്തുര വൈഡപ്രമന സംദലാദല ഘടക. പ്രൈസ് ദി ലോർഡ്. ഒരു സൺഡേയുടെ ബാക്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ, പ്രൈസ് ദി ലോർഡ്, ഇതുപോലെ ഒരുമിച്ച് ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ നാളുകളായി വാഗ്ദത്തങ്ങളെ തടയുന്ന ദുഷ്ടശക്തികളെ ആത്മാവിൽ ശാസിച്ച് ജയമെടുക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തപ്പോൾ ഏറെ സമയം നീണ്ടിരിക്കുന്ന ആത്മീക ആരാധന ആ ദൈവസഭയിൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നാളുകളായിട്ട് വിവാഹം നടക്കാതെ ഒരു പെൺകുട്ടി കുടുംബക്കാരെ കത്തോലിക്കയിലേക്ക് തിരിച്ചു വിളിച്ച് ഒരു ഭീഷണിയുടെ മുഖത്തായിരുന്ന ഒരു വ്യക്തി, ഒരു പെൺകുട്ടി, പ്രൈസ് ദി ലോർഡ്, ഇന്നലെ ഏകദേശം അതിൻ്റെ വിവാഹം ഉറയ്ക്കുവാനായിട്ട് വാക്കുകൊടുപ്പാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. തടയപ്പെട്ടതിനെ ചിലത് ഓപ്പൺ ചെയ്യുന്നൊരു അഭിഷേകം. റുമന ഹത്തുന വൈഡപ്രമന. ഈ വചനത്തിനൊരു പവറുണ്ട് കേട്ടോ, ഇതിനൊരു ശക്തിയുണ്ട്. അത് ഉൾക്കൊള്ളുന്ന നിലവാരത്തിൽ അത് വെളിപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് വെറുതെ കടന്നു വരുന്നതല്ല. ചില പ്രവർത്തികൾ ചെയ്യും, ചില പ്രവർത്തികൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. കാരണം ഇത് നിർമ്മിത കഥകളല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടും കേട്ടും തൊട്ടും മനസ്സിലാക്കിയ വസ്തുതകളാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിനൊരു ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്. വചനത്തിന് ശക്തിയുണ്ട്. ആ ഭാഗത്ത് ദൈവത്തിന് ആത്മാവ് നിർത്തുന്നു. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹൂഡലബ ശാന്തല റഗൽ പ്രഭനിയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും വചനം കേൾക്കുന്നെങ്കിലും അത് ഉൾക്കൊള്ളുവാനായിട്ട്, അംഗീകരിക്കാനായിട്ട്, അനുസൃതമായിട്ട് നീങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് ഇപ്രകാരം രേഖപ്പെടുത്തി. 6-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ 7-ാമത്തെ വേദഭാഗം, ചാപ്റ്റർ 6 വേഴ്സ് 7. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, യെസ്, വിളയിക്കുന്നു എങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നു. അടുത്ത പദങ്ങൾ, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. ഇതെന്തിനെക്കുറിച്ചാണ് ഇത് ഓർപ്പിക്കുന്നത്? 6:4 ഇപ്രകാരം വായിക്കുന്നു: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ പ്രൈസൽ അവരെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ നല്ല വചനം പ്രാപിച്ചവരെ കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ ദാനങ്ങളെ ആസ്വദിച്ചവരോടാണ് ദൈവാത്മാവ് പറയുന്നത്. പലപ്പോഴും പെയ്ത മഴ, പ്രൈസ് ദി ലോർഡ്, അത് കൃഷിക്ക് അനുകൂലമായിട്ടൊരു ദൈവപ്രവൃത്തിയായി തീരുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, അവസാനം പറയുന്നത് ചുട്ടുകളക അത്രേ. ഹല്ലേലൂയ. കാരണം ദൈവപ്രവൃത്തിക്കനുസൃതമായിട്ട് നാം ചലിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അതിനനുസരിച്ച് ഏൽപ്പിച്ച് വിധേയപ്പെട്ടു കൊടുക്കണം. ഇസ്രായേലിയരുടെ പരാജയങ്ങളുടെ ആകത്തുക ഹരിച്ചു ഗുണിച്ചെടുത്ത്, കൂട്ടിക്കുറച്ചെടുത്ത് രത്നചുരുക്കമായിട്ട് എബ്രായ ലേഖനകർത്താവ് 3-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുമ്പോൾ 2 പ്രാവശ്യം ഒരു വാക്യം ആവർത്തിച്ചു പറയുന്നുണ്ട്. പരാജയത്തിൻ്റെ ആഴം എന്തായിരുന്നു എന്ന 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വേദഭാഗവും 15. ഇന്നു നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച്, പരീക്ഷാ ദിവസത്തിൽ, അടുത്ത പദങ്ങൾ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. 15 ആവർത്തിക്കുന്നു, രണ്ട് പ്രാവശ്യം ആ പദങ്ങൾ ആവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആവർത്തിക്കുന്ന വചനത്തിന് വളരെയധികം മുന്നറിയിപ്പുകളും കാതലായ സന്ദേശങ്ങളും കൈമാറാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം കഠിനമാക്കുന്നെങ്കിൽ, ഹല്ലേലൂയ. 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ലേഖനകർത്താവിൻ്റെ ആ വാക്കിൻ്റെ വിശേഷണം ദുഷ്ടഹൃദയം,
പ്രൈസ് ദി ലോർഡ്. അവരുടെ പരാജയത്തിൻ്റെ വലിയ വ്യാപ്തി എന്ന് പറയുന്നത് കൊലപാതകങ്ങളല്ലായിരുന്നു, മോഷണങ്ങളും അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തു പറയുന്നു അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനേയും അവിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അവിശ്വാസ നിമിത്തം, ഹല്ലേലൂയ, വലിയൊരു സമൂഹം ഇറങ്ങിത്തിരിച്ചെങ്കിലും ഒരു കൈയിലെ വിരലിൽ എണ്ണാനുള്ളവർ പോലും വാഗ്ദത്തത്തിലേക്ക് പ്രവേശിച്ചില്ല. കാരണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ അത് ഉൾക്കൊള്ളുകൊണ്ട് അതിനനുസരിച്ചൊരു മാറ്റം വരുവാൻ, പ്രൈസ് ദി ലോർഡ്. കാരണം വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ്. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 3:17. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ടീച്ചിങ്, റെബ്യൂക്കിംഗ്, കറക്റ്റിംഗ്, ട്രെയിനിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കേവലം നമ്മെ സന്തോഷിപ്പിക്കുന്ന ചിലതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആളുകൾക്ക് അതാ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. TV ചാനലുകളിൽ കോമഡി കാണുന്നത് പോലെ ദൈവസ്ഥാനിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ, എൻ്റെ ഭാഷ ഉപയോഗിക്കുന്നില്ല, പൗലോസിൻ്റെ ഭാഷയിൽ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. വായിച്ച വാക്യമാണ് 4-ാമത്തെ വേദഭാഗം, സെയിം എപ്പിസൽ, 2 തിമോത്തിയോസ് 4:3 വായിക്കുന്നത്. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ കാതലായിട്ടുള്ള ദൈവിക ഉപദേശങ്ങൾക്ക് വാക്കുകൊടുക്കാതെ ജനത്തിനെന്താണോ ആവശ്യം, പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ കർണരസം വരുമാറ്, ചെവിക്കും കണ്ണിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, അത് പ്രസംഗിക്കുന്നവരെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനകത്തിൽ എന്തു മായം ചേർത്താലും, പ്രൈസിൽ എന്തു വ്യതിചലനങ്ങൾ വന്നാലും, കാതലായ ദൈവിക സത്യത്തിൽ നിന്ന്, പത്യവചനത്തിൽ നിന്ന്, സത്യവചനത്തിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്. ഈ ഡെന്റൽ അസോസിയേഷൻ്റെ പ്രസംഗിച്ച ഒരു വ്യക്തി പറഞ്ഞ ചില പദങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് മനുഷ്യർക്ക് ഇഷ്ടം പരിഹാസഹാസ്യമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒന്ന് അല്പം കുത്തി, പ്രൈസ് ദി ലോർഡ്, ആരെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് ചില പദങ്ങളും വാക്കുകളുമൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ട് അതിനകത്ത് രസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഡെന്റൽ അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ പ്രമുഖനായ ഒരു ദന്തവിദഗ്ധൻ ഡോക്ടർ, പ്രൈസ് ദി ലോർഡ്, പ്രസംഗിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവരുടെ ഇവിടെയും കുറ്റങ്ങൾ അത് കേൾക്കാനല്ല നമ്മൾ ദൈവസ്ഥലിൽ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സങ്കടം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആമേൻ. കൺവെൻഷൻ വേദികളിൽ പോലും പലരും ഒരിക്കൽ ദൈവം ഉപയോഗിച്ചതും ചില വീഴ്ചകൾ പറ്റി കാണുമായിരിക്കാം, അവരെ നിശിതമായിട്ട് ക്രൂശിക്കുന്ന അവസ്ഥകൾ പേരെടുത്തുകൊണ്ട് പറഞ്ഞിട്ട് പോലും അതിനൊന്നും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നമുക്ക് അവസരം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ്, ഒരു സ്റ്റെപ്പ് മുമ്പ് സ്വന്തം കണ്ണിലെ കോലെടുക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം ഒരു കണ്ണാടിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവ്? ഈ ദൈവസഭയുടെ വളർച്ചയ്ക്ക്, പ്രൈസ് ദി ലോർഡ്, ഈ സമൂഹത്തിൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക് എന്താണ് എൻ്റെ ജീവിതത്തിലെ കുറവ്? അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളിൽ 5 സഭകളോടും ദൂത് പറയുമ്പോൾ മാനസാന്തരപ്പെടാൻ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ദൈവസഭയോടുള്ള ദൂതാ മാനസാന്തരം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ദൈവസനിൽ കർണരസമാകുമാറ് ചിലത് കേൾപ്പാനായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഉടമന ഹത്തന വൈഡപ്രമന ഘടകരഗതിയ. ദൈവാത്മാവ് നമ്മുടെ കുറവുകളെ വിവേചിക്കുമ്പോൾ, പോരായ്മകളെ വിവേചിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്തിനേറെ പറയണം, ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ പോലും, ഹല്ലേലൂയ, ഇത്രയധികം ദൈവപ്രവൃത്തി കാണുവാനായിട്ടും ലേഖനങ്ങൾ എഴുതത്തക്കതുപോലെ തനാള് മാറിയതിൻ്റെ പിൻപിൽ ഒറ്റ കാരണം, പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 22:61 വേദഭാഗം, ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൻ്റെ 61 വേദഭാഗം. പത്രോസിനെ ഒന്ന് നോക്കി, കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തന്നോട് പറഞ്ഞ വാക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ ഹൃദയത്തിനകത്തിൽ വീണ ആ വചനത്തിൻ്റെ, യേശുവിൻ്റെ വാക്കുകൾക്ക് തനിക്കൊരു പരിവർത്തനം വരുത്തക്കതുപോലെ, ഒരു മാറ്റം വരുത്തക്കതുപോലെ, ആ ഹൃദയമൊന്ന് ഉടയത്തക്കതുപോലെ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരത്തക്കതുപോലെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ദർ ഇസ് നോ റിവൈവൽ വിത്തൗട്ട് മിസ്റ്റർ വെറ്റിംഗ് ഐസ് ആൻഡ് മിസ്റ്റർ ആമേൻ ഇൻ ദ ഓഡിയൻസ്. നിറകണ്ണുകളും ആമേനുകളും സദസ്സിലില്ലാത്തിടത്തോളം ഒരു ഉണർവ് ഉണ്ടാകുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം സാഹിത്യ പ്രസംഗം കേൾക്കാനല്ല വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹാസ്യവർത്തമാനങ്ങൾ കേൾക്കാനല്ല വന്നത്. ഹൃദയമൊന്ന് ഉടയ്ക്കാനായിട്ടാണ്, ഹൃദയമൊന്ന് ദൈവസന്നിധി തകരാനായിട്ടാണ് നമ്മൾ വന്നത്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിച്ചാൽ ഈ പ്രാർത്ഥന ഒരു വലിയ ദൈവപ്രവൃത്തിയായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസിന് മനസ്സിലായി, ഇത് അപ്പുറത്ത് നിൽക്കുന്നവനെയോ ഇപ്പുറത്ത് നിൽക്കുന്നവനെ അല്ല, എന്നെയാ നോക്കുന്നതെന്ന്. ആ ബോധ്യമാ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ, പ്രൈസ് ഗോഡ്. എന്നെയാ നോക്കുന്നത് യേശു. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്നെയാ നോക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒരിക്കൽ നീ പല പദങ്ങളും പറഞ്ഞില്ലേ, ആരെല്ലാം മാറിയാലും, പ്രൈസ് ദി ലോർഡ്, ഞാൻ മാറത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്നത്തെ നിന്റെ പ്രഖ്യാപനങ്ങളും ഇന്നത്തെ നിന്റെ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചില വാക്യങ്ങൾക്ക് മുമ്പ് പത്രോസിൻ്റെ പ്രഖ്യാപനം എന്തായിരുന്നു? 22 അധ്യായത്തിൽ 33 വേദഭാഗം. അവനോട്, നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു നിന്നെ നോക്കിയപ്പോൾ നീ മരിപ്പാനും തടവിലായിരിക്കാനും ഒരുങ്ങിയിരുന്ന അവസ്ഥയിലായിരുന്നോ നീ? പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നീ അതല്ലേ പറഞ്ഞത്? ഹല്ലേലൂയ.
കർത്താവെ, ഞാൻ മരിപ്പാൻ തയ്യാറാ, ഞാൻ തടവിലാകാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ബഹുദൂരം അന്തരമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേശം കൊണ്ട് പലതും പറഞ്ഞുപോയി. ഹല്ലേലൂയ. പക്ഷേ പ്രവൃത്തിപദങ്ങളിൽ പലതും എത്തിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ്റെ നോട്ടം നിൻ്റെ മേലാണ്. അവൻ തള്ളിക്കളയുന്ന കർത്താവല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നൊരു വാക്തത്വം കൂടെ ഉണ്ട്. 32-ാമത്തെ വാക്യം, ഞാനോ അടുത്ത പദങ്ങൾ, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, തമ്പുരാൻ പക്ഷപാതം ചെയ്തതുകൊണ്ടാ പത്രോസേ നീ ഒരു പിടി കയറേല് നിന്റെ ജീവിതം അവസാനിക്കാതിരുന്നത്. യൂദയേക്കാൾ നീ ഒട്ടും വിശേഷതയുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട്, കർത്താവ് കൊടുക്കുന്ന ഒരു വാക്തത്വം കൂടെ ഉണ്ട്. നീ തിരിഞ്ഞു വന്ന ശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാൻ അറിയാം നിന്നെ മടക്കി കൊണ്ടുവരാൻ. തമ്പുരാൻ അറിയാം നിന്നെ മടക്കി കൊണ്ടുവരാൻ. കാരണം അവനൊരു പ്ലാനുണ്ട് നിന്നെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവേശമൊന്നും കണ്ട് പ്രൈസ് ദി ലോർഡ് അതിൻ്റെ മുഖത്ത് കൈയടിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനറിയാം നമ്മുടെ ആവേശമൊക്കെ എത്രയുണ്ടെന്ന്. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ ബലപ്പെടുത്തുന്നൊരു കർത്താവ് കൂടാ. നാം പല മണ്ഡലത്തിലും തളർന്നു പോകുമ്പോഴും പല മണ്ഡലത്തിലും പോരായ്മയുള്ളവരായി തീരുമ്പോഴും തിരിഞ്ഞ് നമ്മെ നോക്കി, ഓ പ്രൈസ് ഗോഡ്, ആർദ്ര കണ്ണുകളോടൊന്ന് നോക്കി പത്രോസേ എന്നുള്ള ആ ദയനീയമായ വിളി, പ്രൈസ് ഗോഡ്, ആ കനിവുള്ള വിളി ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുക. ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്ന പലരും ഇതിനകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉപവാസം കേവലം ഒരു അളവുകോലല്ല. ഹൃദയം എവിടെ ഉടയുന്നു, ഹൃദയം എവിടെ തകരുന്നു, അവിടെ ഇറങ്ങി വരുന്നൊരു നാഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് ഞാൻ ചേർത്ത് പറയാം. കർമ്മേലിൽ മാത്രം ഇറങ്ങി വരുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ആ ദൈവം ചൂരച്ചടിയുടെ തണലിൽ നീ കിടക്കുമ്പോഴും നിന്നെ ബലപ്പെടുത്തുന്നവനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർമ്മേലിൽ തീയിറക്കുന്ന ഒരു കർത്താവ് മാത്രമല്ല നമ്മുടെ ദൈവം. അവൻ ചൂരച്ചെടിയുടെ തണലിൽ അപ്പം അടുത്തു കൊണ്ടുവന്ന് തട്ടി പിടിച്ച് ദൂരയാത്രയുണ്ടെന്ന് പറയുന്ന ഒരു കർത്താവാ. അതിൻ്റെ അർത്ഥം നീ ആത്മീയതയുടെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, നീ ക്ഷീണിച്ച മണ്ഡലത്തിലും നിന്റെ തോളിൽ തട്ടി ഞാൻ കൂടെയുണ്ട്. നിനക്ക് യാത്രയുണ്ട്, നിനക്ക് വാഗ്ദത്തമുണ്ട്. ഇസ്രായേലിലെ ശക്തികൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ ശുശ്രൂഷകളെയും നിന്റെ വാഗ്ദത്തങ്ങളെയും അതിരുകളിടാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾക്ക് അതിരുകളിടുന്ന ഒരു ദൈവമുണ്ട്. കരയാനായിട്ട് വന്നവരാ, കരയാനായിട്ട് വന്നതാ. നിന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ശക്തിയും പ്രത്യക്ഷതയും. പ്രൈസ് ഗോഡ്. നിർമ്മിത കഥകളുടെയോ കെട്ടുകഥയുടെയോ കിഴവിക്കഥയുടെയോ പാരമ്പര്യത്തോടുകൂടെ പറയുവാനായിട്ടല്ല. വല്ലോ ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ഞാൻ കണ്ടതാണെന്നും ഞാൻ കേട്ടതാണെന്നും ഞാൻ അനുഭവിച്ചതാണെന്നും ചിലരോട് പറയത്തക്കതുപോലെ ഇതിനകത്തുനിന്ന് ചിലർ പുറത്തു വരണം. യെസ്.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ണുനീർ ആവശ്യമുണ്ടെന്ന് ദൈവന്മാർ പറയുന്നു. ഇന്നില്ലാത്തത് അതാ. പ്രൈസ് ഗോഡ്. ഹൃദയനുറുക്കം ആവശ്യമുണ്ടെന്ന് ദൈവാത്മാ പറയുന്നു. വചനം പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നിന്റെ ആത്മീയ പാരമ്പര്യം കർത്താവിന് വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. കുടുംബശ്രേഷ്ഠത മഹിമ കർത്താവിന് വിഷയമല്ല. ഹല്ലേലൂയ. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. പ്രൈസ് ദ ലോർഡ്. നീ കണ്ണുനീര് കൊണ്ട് നിലം നനപ്പാൻ തയ്യാറാണെങ്കിൽ വചനം പറയുന്നത് പ്രൈസ് ഗോഡ്, കണ്ണുനീർ കൊണ്ട് വിതയ്ക്കുന്നവൻ ഹോറാബ ശന്തൽ കമന ഘടകം ആർപ്പോടെ കൊയ്യുന്നൊരു നാളുണ്ട്. കണ്ണുനീരോടെ നീ വിതയ്ക്കാൻ തയ്യാറാണെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ചില കട്ടകൾ ഉടയും, ചില കട്ടകൾ ഉടയും, ചില പുതുനാമ്പുകൾ തെളിയും, പുറത്തു വരും. കണ്ണുനീര് കൊണ്ട് ദൈവപ്രവൃത്തിയുടെ ചലനത്തിന്റെ വേഗത കൂട്ടുവാൻ വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്നവര്, ആമേൻ, കറ്റ ചുമന്നുകൊണ്ട് മടങ്ങി വരുന്ന ഒരു കാഴ്ച. In the name of Jesus. ഹൂഡമാന ഹഥന രഗൽ പ്രമനഘടക രഗതിയ ദൂരഘട്ടയ രഹസ്യ രഗൽ പ്രമനഘടക രഗതിയ അതല രഗഥന വൈഡപ്രമനഘടക സന്തൽ കമനഘടക രഗതിയ ഉടക സന്തൽ പ്രമനഘടക രഗതിയ. ഹല്ലേലൂയ. എൻ്റെ സന്ദേശങ്ങളിൽ ഞാൻ ഒരുപാട് വ്യതിചലിച്ചു പോയി. എന്നാലും സമയത്തിൻ്റെ പരിമിതി എനിക്ക് ഓർമ്മയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവാത്മാ പറഞ്ഞത് ഹൃദയനുറുക്കം ആവശ്യമാണെന്ന്, കണ്ണുനീർ ആവശ്യമാണെന്ന്. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി. വായിക്കണ്ട മത്തായി 17 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടൊപ്പം മറുരൂപ മലയിൽ കയറിയ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവൻ്റെ മഹിമ കണ്ടവർ. അന്ന് വരെ അവർ ചിന്തിച്ചിരുന്നത് തങ്ങളെപ്പോലൊരു മനുഷ്യൻ, കണ്ണും മൂക്കും ചെവിയും കാലും കൈയും ഒക്കെ ഉണ്ട്, സംസാരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു. പ്രൈസ് ദ ലോർഡ്. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തു ഹല്ലേലൂയ രൂപാന്തരപ്പെടാൻ തുടങ്ങി. ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ മുഖം സൂര്യനെ പോലെ. പ്രൈസ് ദ ലോർഡ്. ഒരു ശബ്ദം അതിൻ്റെ ആക്കത കൂട്ടി, അവന് ചെവി കൊടുപ്പീൻ. പ്രൈസ് ദ ലോർഡ്. കണ്ണുകൾ തുറന്ന് ബോധത്തോടെ നോക്കുമ്പോൾ നസ്രേനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. പ്രൈസ് ദ ലോർഡ്. ആ പർവ്വതത്തിൽ നിന്ന് അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ 2 കാര്യങ്ങളെ മനസ്സിലുള്ളൂ. ഒന്ന്, യേശുവിൻ്റെ മഹിമ കണ്ടു. 2, അവന് ചെവി കൊടുക്കുവാൻ പ്രൈസ് ദ ലോർഡ് പറയപ്പെട്ട ഒരു സന്ദേശവും. കാതിൽ മുഴങ്ങുന്നത് അവന് ചെവി കൊടുപ്പാൻ, കണ്ണിൽ കാണുന്നത് അവൻ്റെ രൂപാന്തരപ്പെട്ട പ്രൈസ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. അവർക്ക് മനസ്സിലായി യേശു സാധാരണ മനുഷ്യനല്ല. ഈസ് എ ഡിവൈൻ മാൻ. അവൻ തിയോസ് അനറാണ്. സാധാരണ മനുഷ്യനല്ല, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. അത്ഭുതം കൊണ്ട് അതിശയിപ്പിക്കുന്ന ഒരു കർത്താവ്, ഉപമകൾ കൊണ്ട് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കർത്താവ്, വാക്കുകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദ ലോർഡ്.
നടുക്കടലിൽ അത്ഭുതം ചെയ്തവൻ, മരുഭൂമിയിൽ അത്ഭുതം ചെയ്തവൻ, വിലാപ ഭവനത്തിൽ അത്ഭുതം ചെയ്തവൻ, വിരുന്ന് വീട്ടിൽ അത്ഭുതം ചെയ്തവൻ, അവൻ്റെ പേര് യേശുവ. സാഹചര്യങ്ങൾ അവന് പരിമിതമല്ല. നിന്റെ അവസ്ഥകൾ അറിഞ്ഞ് നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിപ്പാൻ അവൻ്റെ കരം ചലിക്കുന്ന കരമാ. പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം കൂടെ നിന്നപ്പോൾ പത്രോസ് മനസ്സിലായി അവൻ്റെ ശക്തി എന്നാണെന്ന്. പ്രൈസ് ദി ലോർഡ്. കേവലം കണ്ണുകൾ കൊണ്ട് കാണുക മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അമ്മാവിയമ്മ ദീനമായി കിടക്കുന്ന അവസരത്തിൽ പ്രൈസ് ദി ലോർഡ് ലൂക്കോസിൽ കാണുന്നത് കഠിന ജ്വരം പിടിച്ച് കിടക്കയിൽ അഭയം ചൊല്ലിയവളെ പ്രൈസ് ഗോഡ് യേശു ജ്വരത്തെ ശാസിച്ചു, അതവളെ വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. കിടക്കയിൽ ഒതുങ്ങിയവളെ നസ്രായൻ്റെ ഒറ്റ വാക്ക് പ്രൈസ് ഗോഡ് ചാടി എഴുന്നേൽപ്പിച്ചെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും പത്രോസിന് മനസ്സിലായി അവൻ്റെ ശക്തി എന്ന് പറയുന്നത് രോഗക്കടക്കയിൽ പ്രൈസ് ദി ലോർഡ് എഴുന്നേൽപ്പിക്കുന്ന ഒന്നാണെന്ന്. പ്രൈസ് ഗോഡ്. രോഗക്കടക്കയിൽ അഭയം ചൊല്ലേണ്ട അനവധി വ്യക്തികൾ ഇതിനകത്തിൽ ഇരിപ്പുണ്ട്. തമ്പുരാൻ പലതിനെ എഴുന്നേൽപ്പിച്ചതാ, തമ്പുരാൻ പലതിനെ കൊണ്ട് നിർത്തിയതാ. പ്രൈസ് ദി ലോർഡ്. ഒന്നും കേട്ടുകേൾവി അല്ല, കെട്ടുകഥയല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരം കൊടുക്കുവാൻ കാശില്ലാതെ മിണ്ടാതിരുന്ന പത്രോസിനെ പ്രൈസ് ഗോഡ് ഇന്ന് ATM-ലും കാശില്ല, ബാങ്കിൽ ക്യൂ നിൽക്കണം. എന്നാൽ ക്യൂ നിൽക്കണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പോയി ചൂണ്ടയിട്ടാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ചൂണ്ടയിടേണ്ട താമസം ആ ചൂണ്ടയിൽ കൊളുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആളുകൾ ദിവസങ്ങളായിട്ട് ക്യൂ നിൽക്കുക. പക്ഷേ യേശു പറഞ്ഞ വാക്കിന് മുമ്പിൽ ചൂണ്ടയിട്ട നിമിഷത്തിൽ ആമേൻ ആ മീൻ കൊളുത്തിയെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തിയാത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ATM-നേക്കാട്ടും ഭദ്രമായിട്ട് പണം ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്തിൽ വായ്ക്കകത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശക്തി എത്ര വലുതാ! ഓളപ്പരപ്പിൽ ഓടി നടക്കുന്ന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കണ്ട ദ്രഹ്മ തമ്പുരാൻ പത്രോസിന് വേണ്ടി കരുതി കൊടുത്തെങ്കിൽ, അവൻ്റെ ചൂണ്ടയിൽ ആ മത്സ്യം കൊത്തിയെങ്കിൽ, ദൈവപ്രവൃത്തിയുടെ ആഴം ശക്തിയായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രദർശിപ്പിക്കുവാൻ അവൻ മതിയായ ദൈവമാ. ഓ റാബാ കാമാന ശാന്തല റഗൽ പ്രമനഘടക ഉടയാ മന സന്തൽ കമനഘടക ശാന്തൽ പ്രമനഘടക രഗതിയം തല ഹുറാ ഖാറാബ സന്തൽ പ്രമനഘടക രഗതിയം തലേ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തി പ്രത്യക്ഷതയെ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. മഹിമ കാണാനാ നിന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മഹിമ കാണാനാ നിന്നെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. മഹിമ അനുഭവിക്കാനാ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഉടമന ഹത്തുന വൈഡഭ്രമനഘടകരഗതിയ. ഇന്ന് പകൽ വേളയിൽ മഹിമ വെളിപ്പെടണമെങ്കിൽ, ഉപവാസത്തിൽ മഹിമ വെളിപ്പെടണമെങ്കിൽ ഊടാഭ്രമന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി നീ സഹകരിച്ചേ മതിയാകൂ. ഓ റാബാ കാബാല ഹത്തര മന ജഗൽ കമനി അംധന റുഖേ രഗത്തനെ വൈഡഭ്രമനിയ. ഉടാലാബ ഹംദാലാബ വൈഡാലാബ ചീടാലാബ ശംദാലാബ വൈഡാലാബ ഉടാലാബാലാബ ശുകാലാംദ വൈഡാലാബ ധീരാബാബ ഉടൽ പൗഡ ജഗതൽക്കാരം ദേവസ്കന്ധത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സ്പഷ്ടമായി നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. നിർമ്മിത കഥകളെ അല്ല, സ്തോത്രം, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്, അപ്പോൾ ദൈവം നിശ്വാസ്യമാണ്. ആമേൻ. അതിന് ബന്ധനമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച്
ആഴമായിട്ട് നമുക്ക് ഗ്രഹിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ഹല്ലേലൂയ. നാം ദൈവത്തിലിരിക്കുന്നത് അവൻ നർമ്മ കഥകൾ കേട്ട് ചിരിപ്പാനല്ല, പിന്നെയോ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ കണ്ണുനീരോടെ ആമേൻ സ്തോത്രമായിരിക്കാനത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കപ്പെടുന്നത്. കഴിഞ്ഞ രാത്രിയും കർത്താവിന്റെ ദാസനിലൂടെ നമ്മോട് വ്യക്തമായി സംസാരിച്ച വിഷയം അത് തന്നെയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കണ്ണുനീരോട് നാം ദൈവപാദാന്തിക ആയിരിക്കുമെങ്കിൽ, പ്രാർത്ഥനയോട് നാം ആയിരിക്കുമെങ്കിൽ, അവൻ വിഷയങ്ങളുടെ മേൽ വിടുതൽ പകർന്ന ദൈവം നിന്റെ ജീവിതത്തിന് മേൽ വലിയ കൃപകൾ പകർന്നുകൊണ്ട് ശക്തിയോടെ അവന് വേണ്ടി പിന്നെയും പ്രേരണപ്പെടുവാൻ, അവൻ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കപ്പെടുമ്പോൾ സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എം ജോർജ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ ഈ പന്ത്യ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഒരു ദിവസം കൂടെ അപ്പച്ചൻ്റെ പാദം ഇരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ബലം തന്നല്ലോ. ശക്തി എന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഈ പ്രഭാതത്തെ ദൈവം ഇവിടെ അനുഗ്രഹിച്ചില്ല കർത്താവേ. നിൻ്റെ കുഞ്ഞുങ്ങളായ ഞങ്ങളെല്ലാം അപ്പച്ചൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഉപവസിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ദൈവമേ, ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, അവിടെ ശക്തിയിരിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവസ്ഥലിരിക്കുന്ന വിഷയത്തിന്മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകാരം കാണുവാൻ സർവ്വശക്തനായ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് ഇന്ന് പകൽക്കാലം തൻ്റെ ഭക്തനിൽ കൂടെ ഞങ്ങൾക്ക് കർത്താവേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അവിടുത്തെ വചനം കർത്താവെ വിടുവിക്കുന്ന വചനമെന്ന്, അവിടുത്തെ വചനത്തിന് മാറ്റമില്ലെന്ന് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ശ്രമിപ്പാൻ സർവ്വശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. അവൻ നിർമ്മത കഥകളല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ, അത് മഹിമ കണ്ട സാക്ഷികളായി കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ ഇന്ന് രാത്രി ഈ പകൽക്കാലം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. തൻ്റെ ഭക്തനെ അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. അവൻ ഈ പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച വചനം അവൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിടുതലും ആശ്വാസമായി തീരുവാൻ സർവ്വശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സർവ്വശക്തനായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ ഞങ്ങൾ അനുഗ്രഹിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ചിറങ്ങളിൽ എല്ലാവരെയും മറച്ചുകൊള്ളെ പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം നടക്കുന്ന മീറ്റിങ്ങിന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഇടനായ സ്തോത്ര യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.